Then we comes to 4-bit adder or subtractor. അതായത് 4-bit adder or subtractor എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒരു സർക്യൂട്ട്, ആഡറും സബ്ട്രാക്ടറും കൂടെ ചേർത്ത് ഒരു സർക്യൂട്ട് അറ്റ് എ ടൈം ആഡർ അല്ലെങ്കിൽ അറ്റ് എ ടൈം സബ്ട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ രണ്ടിനും പ്രത്യേകം സർക്യൂട്ട് വരയ്ക്കാതെ ഒരു സർക്യൂട്ടിൽ തന്നെ ആഡറും സബ്ട്രാക്ടറും ഏതെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ നമ്മൾ പോകുന്നതാണ് 4-bit ആഡർ. 4-bit എന്ന് പറഞ്ഞാൽ ഓരോ നമ്പേഴ്സും 4-bit ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് എയും ബിയും ആണെങ്കിൽ അഡീഷൻ സമയത്ത് നമുക്ക് പെർഫോം ചെയ്യേണ്ടുന്നത് എ പ്ലസ് ബി, സബ്ട്രാക്ഷൻ സമയത്ത് നമുക്ക് പെർഫോം ചെയ്യേണ്ടുന്നത് എ മൈനസ് ബി. ഈ എ മൈനസ് ബി നമ്മൾ ആക്ച്വലി ഇതിനകത്ത് നമ്മുടെ കറസ്പോണ്ടിങ് ഡിജിറ്റലിനകത്ത് നമ്മുടെ എ മൈനസ് ബി നമ്മൾ ചെയ്യുന്നത് കുറയ്ക്കേണ്ടുന്ന സംഖ്യയുടെ 2's കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്ന ജോലിയാണ്. അതായത് എ മൈനസ് ബി എന്ന് പറയുന്നത് സെയിം ആസ് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് 1. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ചെയ്തതായാലും എ മൈനസ് ബി ചെയ്തതായാലും മാനുവലായിട്ടാണ് ചെയ്തത്. ഇനി ഒരു സർക്യൂട്ട് എങ്ങനെ ഇപ്പോൾ ബി ആണെങ്കിൽ ബി അല്ലെങ്കിൽ മൈനസ് ബി ആണെങ്കിൽ അതിനെ നമ്മൾ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് 1 എങ്ങനെ ആക്കുന്നു, എങ്ങനെ അതൊരു ആഡറായിട്ട് വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഒരു സബ്ട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ A3, A2, A1, A0 എന്നും ബി എ ആണെങ്കിൽ നമ്മൾ B3, B2, B1, B0. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് A0യും B0യും കൂടി ആഡ് ചെയ്യുമ്പോൾ S0 എന്ന് പറയുന്നൊരു സമ്മും ക്യാരിയും ജനറേറ്റ് ചെയ്യാം. ആ ക്യാരി നമ്മൾ എന്ത് ചെയ്യും, ഇവിടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ A1 പ്ലസ് B1 പ്ലസ് ദാറ്റ് ക്യാരി ഈസ് S1. വീണ്ടും അവിടെ ഒരു ക്യാരി വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തൊട്ടടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. A2 പ്ലസ് B2 പ്ലസ് ദാറ്റ് ക്യാരി ഈസ് ഈക്വൽ ടു S2. വീണ്ടും എഗെയിൻ ഒരു ക്യാരി വരുവാണെങ്കിൽ നമ്മൾ A3 പ്ലസ് B3 പ്ലസ് ദാറ്റ് ക്യാരി ഈസ് ഈക്വൽ ടു S3. ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ സെയിം ടെക്നിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ആഡർ എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടാണ്. ശരി, അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് എ പ്ലസ് ബി എ മൈനസ് ബി എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ആഡർ സർക്യൂട്ടും അതുപോലെ തന്നെ എക്സോർ ഗേറ്റും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 4-bit ആഡർ ഓർ സബ്ട്രാക്ടർ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4-bit ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? കറസ്പോണ്ടിങ് ഫുൾ ആഡർ ഉണ്ടാവും, എക്സോർ ഗേറ്റ് ഉണ്ടാവും, ദെൻ ഒരു സെലക്ടർ ഉണ്ടാവും. സെലക്ടർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ വേണോ സബ്ട്രാക്ഷൻ വേണോ എന്ന് സെലക്ട് ചെയ്യുന്നതാണ് സെലക്ടർ. അപ്പോൾ ഒരു സമയം നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷനെ പെർഫോം ചെയ്തുള്ളൂ, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് അഡീഷൻ വേണമെന്നുണ്ടെങ്കിൽ അഡീഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഡീഷൻ പെർഫോം ചെയ്യും. സബ്ട്രാക്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ 4-bit സബ്ട്രാക്ടർ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന സർക്യൂട്ടിനകത്ത് ഫുൾ ആഡേഴ്സ് ഓരോ ബിറ്റും ആഡ് ചെയ്യാൻ നമുക്ക്, അതായത് A0 B0 കറസ്പോണ്ടിങ് അതിന് ഏതെങ്കിലും ഇൻപുട്ട് ക്യാരി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ ഒരു ഫുൾ ആഡർ, A1 B1 ആണെങ്കിൽ അടുത്ത ഫുൾ ആഡർ, A2 B2 അടുത്ത ഫുൾ ആഡർ, A3 B3 അടുത്ത ഫുൾ ആഡർ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 4 ഫുൾ ആഡർ സർക്യൂട്ട് യൂസ് ചെയ്യണം. അതുപോലെ നമ്മൾ അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും എ പ്ലസ് ബി എന്ന് പറഞ്ഞാലും എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എ സെയിം തന്നെയാണ്. എക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. എവിടെ വ്യത്യാസം വരുന്നുള്ളൂ? ബി എന്ന് പറയുന്നതിനാണ് വ്യത്യാസം വരുന്നത്. അതിൽ അഡീഷൻ ആണെങ്കിൽ ബിക്ക് ചേഞ്ച് ഒന്നുമില്ല. സബ്ട്രാക്ഷൻ ആണെങ്കിൽ ബിക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ദെൻ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എയുമായിട്ട് ആഡ് ചെയ്യുന്നത് കാര്യം നോക്കുന്നത്. അപ്പോൾ രണ്ടായാലും എയുടെ കൂടെ ആഡ് ചെയ്യുക എന്ന് പറയുന്ന ആക്ഷൻ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് 4 ഫുൾ ആഡർ വേണം, ആഡ് ചെയ്യുന്ന ആക്ഷൻ പെർഫോം ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ദെൻ എക്സോർ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിയുടെ എക്സോർ ഗേറ്റ്, ബിക്കാണ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണോ അതെ അതുപോലെ തന്നെ വരണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എക്സോർ ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് നമ്മൾ എക്സോർ പഠിച്ചപ്പോഴത്തെ എക്സോറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 0 ആണെങ്കിൽ 0, 0 1 ആണെങ്കിൽ 1, 1 0 ആണെങ്കിൽ 1, 1 1 ആണെങ്കിൽ 1. ഇതാണ് നമ്മൾ എ ബി എക്സോറിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിച്ചത്, ആ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഈ ടേംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സോർ എത്ര വേണം എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് A0യും
A3 A2 A1 A0 B3 B2 B1 B0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A മൈനസ് ബി ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ B0യുടെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, B1ൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, B2ൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, B3യുടെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ഈ നാലിൻ്റെയും കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുമ്പോഴാണ് 2's കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ B0യുടെ കോംപ്ലിമെൻറ്റ്, B1ൻ്റെ കോംപ്ലിമെൻറ്റ്, B2ൻ്റെ കോംപ്ലിമെൻറ്റ്, B3യുടെ കോംപ്ലിമെൻറ്റ്, 4 കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ XOR ഗേറ്റിൻ്റെ എണ്ണവും എന്ത് തന്നെയായിരിക്കും? 4 XOR ഗേറ്റ് യൂസ് ചെയ്യും. അപ്പോൾ 4 ഫുൾ ആഡർ സർക്യൂട്ട്, 4 XOR ഗേറ്റ്, ഒരു സെലക്ടർ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ, ഇതാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് വച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് അഡീഷൻ, എങ്ങനെയാണ് സബ്ട്രാക്ഷൻ എന്നുള്ളത് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മുടെ XOR ഗേറ്റ്, അതായത് ഇപ്പോൾ B എന്ന് പറയുന്നതിൻ്റെ XOR ആണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. B XOR നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സെലക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, 0 ആണെങ്കിൽ അഡീഷൻ എന്നും 1 ആണെങ്കിൽ സബ്ട്രാക്ഷൻ എന്നും എന്നുള്ള രീതിയിൽ നമ്മൾ അസൈൻ ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 0 ആണെങ്കിൽ അഡീഷനാണ്. അഡീഷൻ എന്ന് പറഞ്ഞാൽ A+B, ബിക്ക് എന്ത് വരുന്നില്ല? ചേഞ്ചുകളൊന്നും വരുന്നില്ല. അപ്പോൾ B എന്താണോ അത് തന്നെ നമുക്ക് XORൻ്റെ ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ B XOR C ചെയ്യുന്നു, B തന്നെ കിട്ടണം അല്ലേ? അപ്പോൾ നോക്കുക, ബിക്ക് 2 വാല്യൂസ്, B എന്ന് പറയുന്നത് സിംഗിൾ ബിറ്റാണ്, ആ സിംഗിൾ ബിറ്റിന് 2 വാല്യൂസ് വരും. ബിക്ക് 2 വാല്യൂ 0യും 1ഉം വരാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് B തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 0 XOR 0, നമ്മുടെ ആ ടേബിൾ അനുസരിച്ച് 0 XOR 0 എന്താണ്? 0 തന്നെയാണ്. 1 XOR 0, 1 XOR 0 എന്താണ്? 1. അപ്പോൾ 0യുമായിട്ട് എന്ത് XOR ചെയ്താലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഇവിടെ വരുന്നത് തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലേ? അതായത് ഇത് B ആണെങ്കിൽ ഇതും എന്തായിരിക്കും? B ആയിരിക്കും. അപ്പോൾ B XOR 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B തന്നെയായിരിക്കും. അപ്പോൾ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഇനി സബ്ട്രാക്ഷൻ 1 എന്ന് പറയുന്നതാണ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു. സോ B XOR 1 എന്ന് പറഞ്ഞാൽ നമുക്ക് B കോംപ്ലിമെൻറ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ബിക്ക് 2 വാല്യൂ 0യും 1, സോ 0 1, 0 XOR 1, 1 XOR 0. ഇത് കിട്ടുമ്പോൾ നമുക്ക് 0 XOR 1 എന്ന് പറയുന്നത് 1 ആണ്, 1 XOR 0 എന്ന് പറയുന്നത് എന്താണ്? 1 XOR 1 എന്ന് പറയുന്നത് 0യാണ്. ഓക്കെ, XOR 1 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ XOR 1 എന്ന് പറയുന്ന ഓപ്പറേഷൻ, ബിക്ക് നമ്മൾ 0 കൊടുത്തപ്പോൾ 1 കിട്ടി, 1 കൊടുത്തപ്പോൾ 0 കിട്ടി. ദാറ്റ് ഈസ് ബിയുടെ കോംപ്ലിമെൻ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് B ആണെങ്കിൽ ഇവിടെ കിട്ടുന്നത് എന്താണ്? B കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് B എക്സ്ക്ലൂസീവ് 1 ആണെങ്കിൽ B കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കറസ്പോണ്ടിങ് അതിൻ്റെ 4-bit ആഡർ ബാർ സബ്ട്രാക്ടർ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതാണ് അടുത്തത് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 4-bit ആഡർ ബാർ സബ്ട്രാക്ടർ എന്ന് പറയുന്ന സർക്യൂട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ, ആഡർ ആണെങ്കിൽ എന്താണ്, സബ്ട്രാക്ടർ എന്താണ്, അതിൽ 2's കോംപ്ലിമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത്, XOR ഗേറ്റ് വെച്ച് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ M0യും M1 എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യും. M0 ആണെങ്കിൽ അഡീഷൻ, M1 ആണെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്ട്രാക്ഷൻ ആണെങ്കിൽ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ 4 ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. FA എന്ന് പറയുന്ന 4 ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള ഇൻപുട്ട്സ് എയുടേതാണെങ്കിൽ A3 A2 A1 A0യും, B ആണെങ്കിൽ B3 B2 B1 B0. ഓക്കെ, അപ്പോൾ അഡീഷൻ സമയത്ത് M എന്ന് പറയുന്നത് 0 ആവുന്ന സമയത്ത് അഡീഷനാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ M തന്നെയാണ് ഫസ്റ്റ് ഫുൾ ആഡറിൻ്റെ ഇൻപുട്ട് ക്യാരി ആയിട്ടും കൊടുത്തേക്കുന്നത്. ആ M തന്നെയാണ് എന്തും കൊടുത്തേക്കുന്നത്? XOR ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട്. ഓരോ XORൻ്റെയും ഓരോ ഇൻപുട്ട് എന്ന് പറയുന്നത് 0യാണ്. അപ്പോൾ അവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആ XORൻ്റെ അടുത്ത ഇൻപുട്ടുകൾ എന്താണ്? B0 B1 B2 B3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ B XOR 0 B ആണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ B0 XOR 0 എന്തായിരിക്കും? B0 ആയിരിക്കും. B1 XOR 0 എന്തായിരിക്കും? B1 ആയിരിക്കും. B2 XOR 0 B2 ആയിരിക്കും. B3 XOR 0 B3 ആയിരിക്കും. അപ്പോൾ ഓരോ XOR ഗേറ്റിൻ്റെയും ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും? B0 B1 B2 B3. അതായത് B അതുപോലെ തന്നെ XOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരും. എപ്പോൾ? M 0 ആവുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ
A0 A1 A2 A3 എന്ന് പറയുന്നത് B0 B1 B2 B3യുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കിട്ടും? അതിൻ്റെ സം എന്ന് പറയുന്നത് S0 S1 S2 S3 ലാസ്റ്റിലൊരു ഔട്ട്പുട്ട് ക്യാരി. ഫസ്റ്റിൽ നമ്മൾ 3 ബിറ്റ്സ് ആണ് ഫുൾ ആഡറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ഫുൾ ആഡറിനും 3 ബിറ്റ്സ് ആണ് വേണ്ടുന്നത്. ഒന്ന് A0 B0 അല്ലെങ്കിൽ A B എന്ന് പറയുന്നത് ഓരോ ഇൻപുട്ടും. മൂന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എം തന്നെയാണ് നമ്മൾ ഇൻപുട്ട് ക്യാരി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എം 0 ആണെങ്കിൽ സി ഇൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് എന്താണ്? 0. അപ്പോൾ അഡീഷനാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ് M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ട്രാക്ഷനാണ് നമുക്കവിടെ പെർഫോം ചെയ്യേണ്ടുന്നത്. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സോറിൻ്റെയും ഒരു ഇൻപുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് B0 B1 B2 B3 എന്ന് പറയുന്ന ഏതെങ്കിലും ആയിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് വരുന്നത്. B0 B1 B2 B3 എന്ന് പറയുന്നതാണ് എക്സോറിൻ്റെ ഒരു ഇൻപുട്ട്സ്. അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ നമ്മൾ B XOR 1 എന്ന് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞു? B കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു. അതായത് B0 XOR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B0 ബാർ, B1 XOR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 ബാർ, B2 XOR 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 ബാർ, B3 XOR 1 എന്ന് പറയുമ്പോൾ B3 ബാർ. അപ്പോൾ എന്ത് കിട്ടും? ഓരോ എക്സോറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മുടെ ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. കോംപ്ലിമെൻറ്റ് മീൻസ് വൺസ് കോംപ്ലിമെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ A പ്ലസ് B കോംപ്ലിമെൻ്റ് ആയി. ഇനി A പ്ലസ് B കോംപ്ലിമെൻ്റ് +1 വേണ്ടേ? ആ +1 ആണ് M എന്ന് പറയുന്നത് നമ്മൾ എവിടേക്ക് കൊടുത്തേക്കുന്നത്? സീനിലേക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ നേരത്തെ സീന് 0 ആയിരുന്നു, ഇപ്പോൾ സീൻ എന്താണ്? 1. അപ്പോൾ A പ്ലസ് B ബാർ +1 എന്ന് പറയുമ്പോൾ എന്തായി? A മൈനസ് B ആയി. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ആക്ഷൻ നടക്കും. നേരത്തെ പോലെ തമ്മിൽ ആഡ് ചെയ്യുക. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അഡീഷൻ അല്ലേ, കോംപ്ലിമെൻ്റ് അഡീഷൻ. സോ നമ്മൾ സീനിലെ 1ഉം A0യും B0യും തമ്മിൽ ആഡ് ചെയ്തു, S0 കിട്ടും. അവിടെ നിന്ന് ഔട്ട്പുട്ട് ക്യാരി അടുത്ത ഫുൾ ആഡറിലേക്ക് പോവും. A1 B1 ആ ക്യാരിയും കൂടി ആഡ് ചെയ്ത് S1 വരും. അവിടെ നിന്ന് അടുത്ത ക്യാരി എന്ന് പറയുന്നത് C1 തൊട്ടടുത്ത ഫുൾ ആഡറിലേക്ക് പോവും. A2 B2 ആഡ് ചെയ്തു, ആ ഫുൾ ആഡർ C1ഉം കൂടെ ക്യാരി C1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ S2 എന്ന് പറയുന്ന സമ്മും C2 എന്ന് പറയുന്ന ക്യാരിയും വരുന്നു. ദെൻ ആ C2വിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അടുത്ത ഫുൾ ആഡർ A3 B3 പ്ലസ് C2 ആഡ് ചെയ്യുമ്പോൾ S3 എന്ന് പറയുന്ന സമ്മും C4 എന്ന് പറയുന്ന ക്യാരിയും വരും. അപ്പോൾ ഇതാണ് ഒരു സർക്യൂട്ടിനകത്ത് തന്നെ നമുക്ക് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം? ആഡറും സബ്ട്രാക്ടറും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. M എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് M0 ആണെങ്കിൽ അഡീഷൻ പെർഫോം ചെയ്യും, M1 ആണെങ്കിൽ സബ്ട്രാക്ഷൻ. ഒരുമിച്ച് അഡീഷൻ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യില്ല, ഓരോ ടൈമിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ ആഡർ ആണെങ്കിൽ ഇതേപോലെ എക്സോർ ഇല്ലാതെ ഒരെണ്ണം ചെയ്യണം, പിന്നെ അടുത്തത് എന്ത് ചെയ്യണം? സബ്ട്രാക്ടറിന് വേറൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇതാണെങ്കിൽ അഡീഷനും സബ്ട്രാക്ഷനും ഒരുമിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് 4-ബിറ്റ് ആഡർ ബാർ സബ്ട്രാക്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അഡീഷൻസിൻ്റെ കാര്യങ്ങളും സബ്ട്രാക്ഷൻസിൻ്റെ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇതേപോലെ നമ്മളിനി ഓരോന്നും നമ്മൾ ഇപ്പോൾ 2's കോംപ്ലിമെൻ്റ് അഡീഷൻ പെർഫോം ചെയ്തു. അടുത്തത് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലെയർ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ BCD ആഡർ പഠിച്ചു. BCD ആഡർ എന്താണ്? 9ൽ എക്സീഡ് ചെയ്താൽ 6 ആഡ് ചെയ്ത് നമ്മളതിനെ കറസ്പോണ്ടിങ് കറക്റ്റ് ചെയ്യുന്നതാണ് BCD ആഡർ. അപ്പോൾ ഒരു BCD ആഡർ നമുക്ക് ഇത് വെച്ചിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി അടുത്തത്. ഓക്കെ.